ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി എങ്ങനെയെങ്കിലും സോപ്പിട്ട് അകത്തേക്ക് കയറണം, വീടിനുള്ളിലേക്ക് തിരിച്ചു വരണം. അതിനു വേണ്ടിയുള്ള പുറപ്പാടാണ്. അപ്പോൾ ശ്രുതി പറയാണ്, എന്തിനാണ് ശ്രുതി എന്നെ ഇങ്ങനെ തള്ളിക്കളയുന്നത്? ഞാൻ ശ്രുതിയോട് എന്ത് ദ്രോഹം ചെയ്തു? ഞാൻ ചെറിയൊരു കള്ളത്തരം പറഞ്ഞു, അത് ശ്രുതിയും പറഞ്ഞിട്ടില്ല. ശ്രുതി എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വീട്ടുകാരൊക്കെ ശ്രുതിയെ കുറ്റപ്പെടുത്താൻ നേരത്തെ ഞാൻ ശ്രുതിയോടൊപ്പം കൂടെയല്ലേ നിന്നിട്ടുള്ളൂ. ശ്രുതി ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ട് പോലും എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോഴും ശ്രുതി എൻ്റെ കൂടെ നിന്നില്ല. അമ്മയോടൊപ്പം കൂട്ടുനിന്ന് എന്നെ ആ വീട്ടിൽ നിന്ന് അമ്മ അടിച്ച് പുറത്താക്കിയപ്പോഴും ഒരക്ഷരം പോലും മിണ്ടാതെ നിന്നില്ല ശ്രുതി. ഞാൻ ശ്രുതിയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ശ്രുതിക്ക് അറിയാവോ? ശ്രുതി ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് കലി വരികയാണ്. നീ ഒന്നും മിണ്ടാതിരിക്കേ, നീ പറയുന്നത് മുഴുവനും പച്ച കള്ളമാണ്. നീ എന്നെ കള്ളം പറഞ്ഞ് ചതിച്ചില്ലേ? എന്നോട് ഇഷ്ടമാണ് പോലും. നിനക്ക് എന്നോട് ഒരു സ്നേഹമില്ല ശ്രുതി. അങ്ങനെ എന്നോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ഇത്രയും വലിയൊരു ചതി നീ ചെയ്യില്ലായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ നീ എനിക്ക് ഉണ്ടാക്കി വെച്ചില്ലേ? അങ്ങനെ ഒരു അവസ്ഥ നീ എനിക്ക് ഉണ്ടാക്കി വെക്കില്ലായിരുന്നു. എന്നോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ സ്നേഹിച്ചു, വിശ്വസിച്ചു, എല്ലാവരുടെ മുന്നിൽ നിന്നെ ഞാൻ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരുടെ മുന്നിൽ ഒറ്റ ഒരു നിമിഷം കൊണ്ട് ഞാൻ തല താഴ്ന്നു നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നത്. അതുകൊണ്ട് എനിക്ക് നിന്നോട് സംസാരിക്കാനല്ല ഒന്നുമില്ല. നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ നോക്ക്. നീ എന്ത് കാര്യത്തിനാണ് ഇങ്ങോട്ട് വന്നത്? എനിക്കിനി നിന്നെ കാണാൻ വേണ്ട, എനിക്ക് നിന്നോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. നീ പോകാൻ നോക്ക് ശ്രുതി. നീ ഇവിടെ നിൽക്കണ്ട, നീ പോകാൻ നോക്ക്. നീ നിന്റെ ഷോറൂമിലേക്ക് വന്ന്, നിനക്ക് ഇവിടെ ഒരു കാര്യമില്ല, നീ പോകാൻ നോക്ക്. അപ്പോഴൊക്കെ ശ്രുതിയാണെങ്കിൽ ഈ ഷോറൂം ഉണ്ടാകാനുള്ള കാരണക്കാരി ഞാൻ തന്നെയല്ലേ ശ്രുതി? നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ? അല്ലായിരുന്നെങ്കിലോ നിനക്കിപ്പോൾ ഒരു വില ഉണ്ടാകുമായിരുന്നോ? ഇല്ല ഉണ്ടാകില്ലായിരുന്നു. പക്ഷെ എന്നിട്ടും നീ എന്നെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുകയാണല്ലേ? എന്നെ ഒഴിവാക്കരുത് ശ്രുതി. എന്നെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം. അമ്മ പറയുന്നത് മുഴുവൻ ഇങ്ങനെ കേട്ട് അനുസരിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത്? എന്നെ നീ വിളിക്കാത്തതിൻ്റെ കാരണമൊക്കെ എനിക്കറിയാം, അമ്മ പറഞ്ഞുകൊണ്ടാണെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ നിനക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്ന് മാത്രം പറയരുത് ശ്രുതി. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിന്നെ. എനിക്ക് നീ മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കണ്ണീരൊലിപ്പിച്ച് ഇങ്ങനെ നിൽക്കാൻ നേരത്ത് ദാ വരുന്നു ചന്ദ്ര. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ഡേ എന്ന് വിളിച്ചുകൊണ്ട് ഒറ്റ വരവാ. ഇത് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഞെട്ടിപ്പോയി. ചന്ദ്രയാണെങ്കിൽ ഭയങ്കര ധൃതിയിൽ അങ്ങോട്ട് വന്നിട്ട്, എന്താടാ ഇവള് വന്നിരിക്കുന്നത്? നീ വിളിച്ചിട്ടാണ് ഇവള് വന്നത്? സത്യം പറയടാ, നീ വിളിച്ചിട്ടാണ് ഇവള് വന്നതെന്ന്? അയ്യില്ലമ്മേ, ഞാൻ വിളിച്ചിട്ടൊന്നുമല്ല അവൾ വന്നത്. അവൾ ഷോറൂമിലേക്ക് വന്നിട്ട് എന്നോട് പറയുക അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണം, അവൾ ചെയ്ത കാര്യങ്ങളെല്ലാം മറക്കണം, അവളോട് ക്ഷമിക്കണം, പൊറുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് കാല് പിടിക്കായിരുന്നമ്മേ. അല്ലാതെ ഞാനല്ല അവളെ വിളിച്ച് വരുത്തിയത്. അല്ലെങ്കിലും അമ്മ പറയുന്ന വാക്കിനപ്പുറം ഞാൻ പോകാറുണ്ടോ അമ്മേ? ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലമ്മേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും, മടി നീ എന്തിനാടി ഇങ്ങോട്ട് കയറിയത്? ഇറങ്ങിപ്പോടി. നിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതല്ലേ? പിന്നെ നീ എൻ്റെ മകൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലടി. എൻ്റെ മകൻ്റെ മനസ്സ് മാറില്ല ആൻറ്റി. എന്നോട് ക്ഷമിക്കണോ ആൻറ്റി? എനിക്ക് അങ്ങനെ ഒരു കാര്യം പറയേണ്ടി വന്നു. അതെൻ്റെ ചില സാഹചര്യങ്ങൾ കൊണ്ടാണ്. നീ നിൻ്റെ ഒരു സാഹചര്യവും എൻ്റെ മുന്നിൽ ഇനി നിരത്താൻ നിൽക്കണ്ട. ഒരു പണക്കാരി വന്നിരിക്കുന്നു. എന്തെല്ലാം പറഞ്ഞ് നിന്നെ ഞാൻ എൻ്റെ തലയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. എല്ലാവരും അതിനു വേണ്ടി എന്നെ ശകാരിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നിന്റെ ഒപ്പം തന്നെ ഞാൻ കൂടെ നിന്നിട്ടുള്ളൂ. എന്നിട്ട് എനിക്ക് തന്നെ നീ പാര വെച്ചു. എൻ്റെ കുടുംബത്തോട് തന്നെ നീ ചതി ചെയ്തു അല്ലേ? എൻ്റെ മകനും നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നതാ. എന്നിട്ട് എൻ്റെ മകനോട് നീ ചതി ചെയ്തില്ലേ? ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കാനായിട്ട് പാടില്ല. പൊയ്ക്കോ, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. ആൻറ്റി ദയവ് ചെയ്ത് എന്നെ പറഞ്ഞു വിടരുത് ആൻറ്റി. ഈ ഒരു തവണത്തേക്കും കൂടി എന്നോട് ക്ഷമിക്കുക ആൻറ്റി എന്ന് പറഞ്ഞെങ്കിലും അവിടെ ക്ഷമിക്കാനായിട്ട് ചന്ദ്ര തയ്യാറായില്ല. എല്ലാവരും നോക്കുന്നുണ്ട്. ആൻറ്റി ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു ആൻറ്റി. ആൾക്കാർ ശ്രദ്ധിച്ചാൽ എനിക്കെന്താ കുഴപ്പം? നീ ഇനി ഇവിടെ നിന്ന് പോരുത്, കടന്നോളം പോരുത്. ഇനി എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നീ ഇല്ലടി ആൻറ്റി. ആൻറ്റിയുടെ മകൻ എന്നെ താലി കെട്ടിയതല്ലേ? മകൻ്റെ ഭാര്യയല്ലേ ഞാൻ? എടി എൻ്റെ മകൻ നിൻ്റെ കഴുത്തിൽ താലിയൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ താലി പൊട്ടിച്ച് വലിച്ചെറിയാനായിട്ടും അവനറിയാം. അത് അവനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുകയും ചെയ്യും. അവനൊരു മടിയില്ല. നീ അത്രയ്ക്കും വലിയ ചതി ചെയ്തിരിക്കുന്നത്. ഇറങ്ങിപ്പോടി എന്നും പറഞ്ഞുകൊണ്ട് കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളുക. ശ്രുതിയാണെങ്കിൽ അവിടെ അങ്ങനെ നിന്ന് സ്റ്റക്കായി പോവാണ്. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി അവൾ വിളിക്കും, അവൾ നിന്റെ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതിലൊന്നും നീ വീണു പോകാൻ നിൽക്കരുത്. മനസ്സിലായില്ല ശ്രുതി? ഇല്ലമ്മേ, എനിക്കറിയാലോ അവളെ ഞാൻ വിളിച്ചു വരുത്തിയൊന്നുമല്ല.
അവളോട് ഇനി എനിക്ക് ക്ഷമിക്കാനും പറ്റില്ല, പൊറുക്കാനും പറ്റില്ല എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് വേറൊരു നിവൃത്തിയില്ലാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. പക്ഷെ അപ്പോഴും ശ്രുതി മനസ്സിലൊരു കാര്യം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, വെറുതെ വിടില്ല എന്നുള്ളൊരു കാര്യം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രവിയും അതേപോലെ തന്നെ സച്ചിയും രേവതിയൊക്കെ ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ രവി ഇങ്ങനെ തന്നെ പറയുന്നത്, പാവം ശ്രുതി അവൾ ചെയ്തത് തെറ്റ് തന്നെയാണ്, പക്ഷെ അങ്ങനെ അടിച്ചിറക്കി വിടണ്ടായിരുന്നു. അവളെന്തായാലും ശ്രുതിയുടെ ഭാര്യയല്ലേ, ചന്ദ്ര അങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ടായിരുന്നു എന്ന്. രവിയേണ്ണ എന്തൊക്കെ പറഞ്ഞാലും അവളെ ഇനി ഈ കുടുംബത്തേക്ക് കയറ്റുന്ന പ്രശ്നമില്ല. അവളില്ലെങ്കിൽ എൻ്റെ മോന് വേറൊരു ജീവിതം കിട്ടും. അവളെ ഓർത്ത് എൻ്റെ മോൻ ദിക്കുകയുമില്ല എന്നിങ്ങനെ പറയുകയാണ്. ഇങ്ങനെ ഇത്ര രാത്രിയായിട്ടും ശ്രുതി വരുന്നില്ല. ശ്രുതി വരാതിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താ ചന്ദ്രയെ അവൻ വരാത്തത്, നീ ഒന്ന് അവനെ വിളിച്ചു നോക്കിക്കണ്ടേ. പക്ഷെ വിളിച്ചു നോക്കി, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ ഇത് കേട്ട് ചന്ദ്രയ്ക്ക് ആകെ പേടിയും തോന്നി വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. അപ്പോൾ ചന്ദ്ര ഇതെന്താണ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ രേവതിയോടെ പറയുന്നുണ്ട്, അമ്മേ ചിലപ്പോഴേ ഈ അദ്ദേഹം ശ്രുതിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിലോ, ശ്രുതിയെ കാണാനായിട്ട്, ശ്രുതിയോട് സംസാരിക്കാൻ വേണ്ടി. അങ്ങനെയാണല്ലോ ഒരു ദിവസം പോയത്. കാരണം ഒരു ദിവസം അമ്മ ശ്രുതിയെ അടിച്ച് ഇറക്കി വിട്ടതാണല്ലോ. ആ സമയത്ത് കള്ളം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ശ്രുതിയെ കാണാൻ വേണ്ടി പോയില്ലേ. അങ്ങനെ ഇപ്പോഴും പോയതാണെങ്കിലോ ഒരിക്കലും ഈ അങ്ങേർക്ക് ശ്രുതിയെ മറക്കാനോ വെറുക്കാനോ ഒന്നും പറ്റൂല. അതുകൊണ്ട് അങ്ങനെ പോയതാണെങ്കിലോ എന്ന് ചോദിച്ചപ്പോഴേക്കും ചന്ദ്ര അവിടെ പേടിച്ചു പോയി. ചന്ദ്ര വിറച്ച് നിൽക്കുകയാണ്. ദൈവമേ, അങ്ങനെ വല്ല സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ മകനെ തനിക്ക് കൈവിട്ട് പോകുമെന്ന് ചന്ദ്രയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം. അപ്പോൾ സച്ചിൻ പറയണം, അതെ അങ്ങനെ തന്നെ ആരെയും സംഭവിച്ചിട്ടുണ്ടാ, അങ്ങനെയാണെങ്കിലേ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ വരുന്നു നമ്മുടെ ശ്രുതി, കഥകം തുറന്ന് വരികയാണ്. അപ്പോൾ ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുകയാണ്, എടാ ഇത്ര നേരം നീ എവിടെയായിരുന്നെടാ, നീ എവിടെയായിരുന്നു എന്ന് ഞാൻ ചോദിച്ചത്. അമ്മേ, അത് പിന്നെ ഷോറൂമിൽ നല്ല തിരക്കായിരുന്നു. ഞാൻ ഇറങ്ങാൻ തുടങ്ങുന്ന ആ സമയത്ത് ലോഡ് ഇറക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ലോഡ് ഇറക്കാൻ വേണ്ടി ഞാൻ കൂട്ടു നിന്നതാ. അതിനുശേഷം ഷോറൂമെല്ലാം പൂട്ടി ഞാൻ ഇങ്ങോട്ട് വരികയായിരുന്നു. നീ പറഞ്ഞ സത്യമാണോ? അല്ലെങ്കിൽ നീ ആ ശ്രുതിയെ കാണാൻ വേണ്ടി പോയതാണോടാ എന്ന് ചോദിക്കും. അയ്യോ ഇല്ലമ്മേ, ഒരിക്കലും ഞാൻ ശ്രുതിയെ കാണാൻ വേണ്ടി പോയതല്ല. സത്യം ഞാൻ പറഞ്ഞത്. ഷോറൂമിൽ നല്ല തിരക്കായിരുന്നു. ആ സമയത്ത് ഷോറൂമിൽ എനിക്ക് ചില പണികളുണ്ടായിരുന്നു, അവിടെ തന്നെ നിൽക്കുകയും ചെയ്തു. അമ്മ പറയുന്നതിനപ്പുറം ഞാൻ പോകാറുണ്ട്. അമ്മ പറഞ്ഞില്ലേ എന്നോട് ശ്രുതിയെ കാണാൻ പോകരുത്, ശ്രുതിയെ വിളിക്കരുതെന്നൊക്കെ. അതേപോലെ തന്നെയാണ് അമ്മ ഞാൻ അനുസരിക്കുന്നത്. ഞാൻ ഇനി അവളെ കാണാൻ പോകില്ല. അവളെനിക്ക് കാണുകയും വേണ്ട. അവളെ ഞാൻ ഫോണിൽ പോലും സംസാരിക്കില്ല. എന്താ അതുപോരെ എന്ന് ചന്ദ്രയോട് ചോദിച്ചപ്പോൾ ചന്ദ്രയ്ക്ക് സന്തോഷം തോന്നുക. ചന്ദ്ര പറയണം, അതെ അത് മതി, നീ അവനെ കാണാനായിട്ട് പോകരുത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഇല്ലമ്മേ, ഞാൻ അമ്മയെ ധിക്കരിച്ചുകൊണ്ട് ഒരിടത്തേക്ക് ഞാൻ പോയില്ല. എന്ന് വാ മോൻ വാ, ഫ്രഷായിട്ട് വാ, ഭക്ഷണം വിളമ്പി തരാമെന്ന് പറയണ. വേണ്ടമ്മേ, എനിക്ക് വിശക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അഴെ പോവുക. അപ്പോൾ ഈ സച്ചിക്കൊക്കെ ഭയങ്കരമായിട്ട് അരിശ്യം വരികയാണ്. ഈ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ടും അരിശ്യം വന്ന് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. എത്രയൊക്കെ പറഞ്ഞാലും അതോ ഒരു ഇതുമില്ല അതുമില്ല എന്നൊക്കെ പറഞ്ഞൊരു അവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും തന്നെ നമ്മുടെ ശ്രുതിയും അതേപോലെ ശ്രുതിയുടെ കൂട്ടുകാരനും കൂടി നല്ല കൂട്ടുകാരൻ കുടിക്കുന്നില്ല. ശ്രുതിയാണെങ്കിൽ ബാറിൽ കയറിയിരുന്ന് കുടിയോടുകൂടി. അപ്പോൾ ഈ കൂട്ടുകാരൻ പറയുകയാണ്, നീ എന്താണ് ഈ കാണിച്ചു കൂടുന്നത്? നീ പറഞ്ഞത് തന്നെയും പിന്നെയും പറയരുത്. നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം എടാ എനിക്ക് ബൈ ഹാർട്ടാണിപ്പോൾ. നീ അതുകൊണ്ട് നീ ആ കാര്യം ഇപ്പം എന്നോട് പറയേണ്ട ആവശ്യമില്ല. എടാ എന്നാലും നീ അറിയണം, എൻ്റെ ഭാര്യ എന്നെ ചതിച്ചൂടാ. എനിക്ക് തന്നത് വലിയൊരു ചതി തന്നെയാണ്. ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചതാ. എന്നിട്ടും അവളെനിക്ക് തന്ന ചതി അതെനിക്ക് മറക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാടാ. അവളെന്നോട് വലിയൊരു ചതി തന്നെയാടാ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയാണ്. നീ ഒന്നും മിണ്ടാതിരിക്കണം, നീ ഇത് ആൾക്കാരൊക്കെ നോക്കുന്നു. നീ കുടിച്ചത് മതിയെന്നോ? ഇല്ല, എനിക്ക് കുടിച്ചിട്ടും അങ്ങോട്ട് മതിയാവുന്നില്ല. അത്രയ്ക്കും ദുഷ്ടതരമല്ല എൻ്റെ ഭാര്യ എന്നോട് ചെയ്തത്. അവളോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തടാ? ഞാനൊരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബാറിൽ കിടന്ന് ഭയങ്കര കരച്ചില്ല. അപ്പോഴേക്കും വേറൊരു കുടിയൻ പറയാണ്, താനെന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എടാ, കള്ളം പറച്ചിലൊക്കെ സർവ്വസാധാരണമല്ലേ? എൻ്റെ ഭാര്യയോട് ഞാൻ കള്ളം പറയാറുണ്ട്. ഞാൻ കുടിച്ചിട്ട് അങ്ങോട്ട് ചെല്ലും. പക്ഷെ എൻ്റെ ഭാര്യ എന്നോട് കുടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇല്ല എന്ന് പറയും. അപ്പോൾ അത് കള്ളത്തരമല്ലേ? പിന്നെ എൻ്റെ ഭാര്യയെ ഞാനറിയാതെ എൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കും. എന്നിട്ട് എൻ്റെ പൈസ എവിടെയടി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയില്ല, ഞാനങ്ങ് എടുത്തിട്ടില്ല എന്നല്ലേ എൻ്റെ ഭാര്യ പറയുള്ളൂ. അവിടെയും അവൾ കള്ളം പറഞ്ഞില്ലേ? എടോ, ഈ കള്ളം പറച്ചിലൊക്കെ സർവ്വസാധാരണമാണോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതേ, നിങ്ങൾക്കറിയില്ല. ഇതൊക്കെ ചെറിയ കള്ളം. പക്ഷേ എൻ്റെ ഭാര്യ എന്നോട് കാണിച്ച കള്ളമില്ലേ, അത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ
നിങ്ങളിപ്പോൾ കുടിച്ചതിൻ്റെ കെട്ടങ്ങോട്ട് ഇറങ്ങിപ്പോകും. അതാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. എങ്കിലേ താൻ പറയണ്ടോ, താനിരുന്ന് അങ്ങോട്ട് കൂടി എന്ന് പറയാം. ഇവരിരുന്നിങ്ങനെ മുഴുത്ത കൂടിയാണ് സുധി. അപ്പോൾ വീട്ടിലാണെങ്കിൽ സച്ചി ഓടി വരിക. സച്ചി ഓടി വരുന്ന കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് രേവതി വരിക. രേവതി എന്നിട്ട് എന്താ സച്ചിട്ടാ, സച്ചിയേട്ടൻ എന്താ ഓടി വന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ സുധി എവിടെ, സുധി ഇവിടെ ഉണ്ടോ? ഇല്ല, അദ്ദേഹം ഷോറൂമിലേക്ക് പോയില്ലേ. ഞാനിപ്പോൾ ഷോറൂമിൽ കയറിയിട്ടാണ് വരുന്നത്. അവിടെ സുധി ചെന്നിട്ടില്ലെന്ന് അവർ പറയുന്നത്. സുധി അവിടെ ഇല്ല. അവിടെ ഇല്ലെന്നോ? അല്ല, സച്ചിയേട്ടൻ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് ഓടി വന്നത്? അത് പിന്നെ സുധിയെ കാണാതെ എനിക്കൊരു സമാധാനമില്ല. ഞാൻ അവൻ്റെ ഫോൺ വിളിച്ചു നോക്കി, പക്ഷേ സ്വിച്ച് ഓഫാണ് ഫോണ്. ഒരു രക്ഷയില്ല. അവൻ എവിടെ പോയിക്കുന്ന ഒരു പിടിയില്ലല്ലോ. ആകെ മനസ്സ് നിൽക്കുകയാണ് രേവതി. എൻ്റെ മനസ്സമാധാനം പോയി, കുടുംബത്തിലെ സമാധാനം പോയി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, ഇല്ലെന്നേ, അദ്ദേഹം എവിടെയാണെങ്കിലും വന്നോളും. പിന്നെ ശ്രുതിയോട് നമുക്ക് ഒരിക്കലും ക്ഷമിക്കാനായിട്ട് പറ്റില്ല. അത്രയും വലിയൊരു കാര്യമല്ലേ ശ്രുതി ചെയ്തിരിക്കുന്നത്. കുടുംബത്തെ മുഴുവൻ ചതിച്ചിരിക്കുകയല്ലേ രേവതി. ഞാൻ ആ ബീരാനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് ചില പ്രശ്നങ്ങളെല്ലാം ഒതുക്കി തീർക്കണമെന്ന് മാത്രം ചിന്തിച്ചുള്ളൂ. പക്ഷേ ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് തന്നെയാണല്ലോ രേവതി പോയത്. അതൊക്കെ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. അങ്ങനെയൊന്നും വേണ്ടായിരുന്നല്ലേ. നമ്മളിപ്പോൾ തെറ്റുകാരായില്ലേ എന്ന് ചോദിച്ചപ്പോൾ നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല സച്ചേട്ടാ. ബീരാനിക്കയെ കൊണ്ടുവരണമായിരുന്നു. ബീരാനിക്കയെ കണ്ടിട്ടും സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും അദ്ദേഹത്തെയും കൂട്ടി നമ്മളിങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കുടുംബത്തോട് നമ്മൾ ചെയ്യുന്ന വലിയൊരു ചതി ആയാനായിരുന്നു. ഇപ്പം നമ്മൾ ഏതായാലും ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ശ്രുതിയെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് സച്ചേട്ടന് വല്ല ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും അങ്ങനെ ഒരു കാര്യം ഞാൻ ഒരിക്കലും ആരോടും പറയില്ല. കാരണം ആ കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. അത് അച്ഛനും അമ്മയും കൂടി ശ്രുതിയും കൂടി തീരുമാനം എടുത്തോട്ടെ. ആ ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമേ ഇല്ല. പക്ഷേ ശ്രുതിയുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. അവൻ എവിടെയായാലും കണ്ടുപിടിക്കണോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ഈ സമയം തന്നെ നമ്മുടെ ശ്രുതിയെയും ബൈക്കിന് പുറകിലിരുത്തി കണ്ട് ഈ കൂട്ടുകാരനിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് വരിക. അപ്പോഴും ശ്രുതിയുടെ വായളക്കൽ നിന്നിട്ടില്ല. ഇങ്ങനെ കുടുകൂടാന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അവൾ ചതി ചെയ്തു എന്നുള്ളൊരു കാര്യം മാത്രമേ അവിടെ പറയുന്നുള്ളൂ. അപ്പോൾ നീ ഒന്നും മിണ്ടാതിരിക്കുക. അപ്പോഴേക്കും ട്രാഫിക് പോലീസ് അവിടെ നിൽക്കുക. ഇങ്ങനെ പോലീസുകാരവിടെ നിൽക്കുകയാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ വണ്ടിയിൽ കൈ കാണിക്കുകയാണ്. പക്ഷേ വണ്ടി അവിടെ വിട്ടയച്ച് പോകണം. എടാ നിർത്തലാണോ വണ്ടി എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയും ഈ കൂട്ടുകാരനെ ഇറങ്ങുക. അപ്പോൾ കൂട്ടുകാരൻ ഓടി വന്നിട്ട്, നീ എന്താടാ വണ്ടി വിട്ടയച്ച് പോയത്? അത് പിന്നെ സാറേ പറന്നങ്ങോട്ട് പോയത്. എന്താണ് നീ അതിൻ്റെ ഒപ്പം പറന്നങ്ങോട്ട് പോയോ? നീ കുടിച്ചിട്ടുണ്ടോടാ? അയ്യോ ഇല്ല സാറേ, ഞാൻ കുടിച്ചിട്ടില്ല. അത് നമ്മുടെ വേറെ ആരും ഇല്ലായിരുന്നു, നമ്മുടെ അരുണായിരുന്നു. സച്ചിയോട് കോർക്കുന്ന അരുൺ. ശരിയാണല്ലോ, നീ കുടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ശ്രുതി വരികയാണ്. എന്തിനാണ് സാറേ അവനെ കൊണ്ട് ഊതിപ്പിച്ചിട്ട്? നീ ഒന്ന് പോകാൻ നോക്കടാ. സാറേ അവൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലേ? എൻ്റെ ഫ്രണ്ട് കുടിച്ചിട്ടില്ല, പിന്നെ എന്തിനാ അവനെ കൊണ്ട് ഊതിപ്പിച്ചത്? പറ സാറേ. അപ്പോഴും കൂട്ടുകാരൻ എടാ നീ ഇങ്ങോട്ട് വാടാ, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, നീ ഇങ്ങോട്ട്. ഇല്ല കൂട്ടുകാരാ, ഞാൻ ഏതായാലും ഈ പോലീസുകാരോട് ചോദിച്ചിട്ടല്ലേ പോവുള്ളൂ. പറ പോലീസുകാരാ, എന്തിനാണ് എൻ്റെ കൂട്ടുകാരനെ കൊണ്ട് ഊതിപ്പിച്ചതെന്ന്? എന്താണ് പോലീസുകാരൻ്റെ പേര്? അരുൺ. അരുൺ പോലീസുകാരാ, എന്തിനാണ് എൻ്റെ കൂട്ടുകാരനെ കൊണ്ട് ഊതിപ്പിച്ചത്? ഇതിന് ഉത്തരം തന്നിട്ടേ സാറ് ഇവിടെ നിന്ന് പോകുള്ളൂ എന്ന് ശ്രുതി പറയുകയാണ്. വലിയൊരു പൊലാപ്പിലേക്ക് വന്ന് നിൽക്കുകയും ചെയ്യുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.